പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറും സംബന്ധിച്ച് പാർലമെന്റിലെ ചർച്ചയിൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് കോൺഗ്രസ് എംപിയായ ശശി തരൂർ. ഇക്കാര്യം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ ശശി തരൂർ അറിയിച്ചു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതികൂട്ടിലാക്കി സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് പാർട്ടിയെ തരൂർ അറിയിക്കുന്നത്. കോൺഗ്രസ് പട്ടികയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്നു മാറി പാർട്ടി നിലപാടിനെ പിന്തുണച്ച് തരൂരിന് സംസാരിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനില്ലെന്നും അതുകൊണ്ട് ചർച്ചയ്ക്കില്ലെന്നുമുള്ള നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ തരൂർ അറിയിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനുള്ള പാർട്ടി എംപിമാരുടെ പട്ടികയിൽ ശശി തരൂരിനെയും മനീഷ് തിവാരിയെയും ഉൾപ്പെടുത്താണോ എന്ന സംശയവും കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തരൂരിന്റെയും തിവാരിയുടെയും നിലപാടുകൾ കോൺഗ്രസ് നിലപാടിനെതിരായിരുന്നു. അതിനാൽ ഇരുവരെയും ലോക്സഭയിലെ ചർച്ചയിൽ സംസാരിപ്പിക്കണോ എന്ന ചർച്ചയും പാർട്ടിയിൽ നടന്നു. തരൂരിനെ ഒഴിവാക്കി പട്ടിക നൽകിയാൽ വിവാദത്തിന് വഴിവെക്കുമെന്നും പാർട്ടി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് നേതാക്കൾ തരൂരിനോട് ചോദിച്ചിരുന്നു. ഇതോടെയാണ് നിലപാട് വിശദീകരിക്കാൻ തരൂരിന് അവസരം വന്നത്. അതേസമയം ലോക്സഭയിൽ കോൺഗ്രസിന് വേണ്ടി ലോക്സഭാ കക്ഷി ഉപനേതാവ് ഗൗരവ് ഗൊഗോയ്ക്ക് ചർച്ചയ്ക്ക് തുടക്കമിടും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ എന്നീ കോൺഗ്രസ് എംപിമാരും ചർച്ചയിൽ പങ്കെടുക്കും. തരൂരിനെ ചർച്ചയുടെ ഭാഗമാക്കാൻ BJP ആഗ്രഹിച്ചിരുന്നു. കോൺഗ്രസ് അവസരം നൽകിയില്ലെങ്കിൽ സ്പീക്കറുടെ അധികാരം ഉപയോഗിച്ച് സംസാരിക്കാൻ അവസരം നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ സംസാരിക്കാനില്ലെന്ന തരൂരിന്റെ നിലപാടോടെ BJP എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. ഭീകരാക്രമണം നടത്തിയവരെ ഇനിയും പിടികൂടാൻ കഴിയാത്തതും ഓപ്പറേഷൻ സിന്ദൂർ താൻ ഇടപെട്ട് നിർത്തിവെച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തോട് പ്രധാനമന്ത്രി മൗനം തുടരുന്നതും ഉന്നയിച്ചാണ് പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടത്. ലോക്സഭയിൽ തിങ്കളാഴ്ചയും രാജ്യസഭയിൽ ചൊവ്വാഴ്ചയും തുടക്കമിടുന്ന ചർച്ചയ്ക്ക് ഇരു സഭകളിലും 16 മണിക്കൂർ വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച തുടങ്ങും. പ്രധാന നേതാക്കളെ ചർച്ചയിൽ പങ്കെടുപ്പിച്ച് മേൽക്കൈ നേടാനാണ് ഭരണപക്ഷമായ NDAയും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യവും തയ്യാറെടുക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശത്ത് പോയ പ്രതിനിധി സംഘത്തിൽ ഒന്നിനെ നയിച്ച കോൺഗ്രസ് MP ശശി തരൂരിനെ ഈ വിഷയത്തിൽ ലോക്സഭയിൽ സംസാരിക്കാൻ കേന്ദ്ര സർക്കാർ ക്ഷണിക്കുമോ എന്നതും അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് വിവരം. അതേസമയം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യമെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിലാകും ആദ്യ ചർച്ചകളെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിക്കുന്നത്. ഭരണപക്ഷത്തിൽ നിന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ തുടങ്ങിയവർ സംസാരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ചയിൽ ഇടപെടുമെന്നാണ് സൂചന. BJP എംപിമാരായ അനുരാഗ് ഠാക്കൂറും നിഷികാന്ത് ദുബെയും സംസാരിച്ചേക്കും. TDPക്കായി അനുവദിച്ച 30 മിനിറ്റിൽ എംപിമാരായ ലാവു ശ്രീകൃഷ്ണ ദേവരായും GM ഹരീഷ് ബലോയും സംസാരിക്കാനാണ് സാധ്യത. പ്രതിപക്ഷത്ത് നിന്ന് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെയും സംസാരിക്കും. കോൺഗ്രസ് നേതാക്കളായ ഗൗരവ് ഗൊഗോയ്, മനീഷ് തിവാരി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് MP അഭിഷേക് ബാനർജി ഉൾപ്പെടെയും സംസാരിക്കാൻ സർക്കാരിനെതിരെ രംഗത്തെത്തും.